നമസ്തേ. രാമായണ പാരായണം 24-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. കുംഭകർണവധം. സോദരനേവം പറഞ്ഞത് കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല, ഞാൻ ഇന്നുണർത്തി വരുത്തിയതാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ട് യുദ്ധേ രഘൂത്തമൻ നിഗ്രഹിച്ചാൽ വരും മോശമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തങ്കശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പു കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്ത് വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടും. വൻപുള്ള രാക്ഷസനേവൻ ഇവൻ പറകമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജൻ എത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവസനിവൻ ആവതില്ലാതാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. ദേവകുലാന്തകൻ നിദ്രാവസനിവൻ ആവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കേണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തത് കണ്ടു ഞാൻ. ഭീതനായി നാലാമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണൻ വാക്കുകൾ കേട്ടവർ ചിത്തം കുളിർത്തു പുണർന്നാൻ അനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകിലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന് നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്ത് ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മസ്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാൻ അരക്ഷണാൻ. മർക്കടരാജൻ അത് കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തതു കൊണ്ടതി വിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉത്പന്നമോദം നടന്നു നിശാചരർ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു ഭക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തും നാരീജനം മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം
പനിനീരിൽ മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാലാലസ്യമാശു തീർന്നിടുവാനാദരാൻ. മാലിന്യങ്ങളും കളഭങ്ങളും തൂകിനാൽ ആലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൾക്കടരോക്ഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു പറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാൻ അതിദ്രുതം. ക്രോധവുമേറ്റഭിമാന ഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നത് കണ്ടതി സന്നദ്ധനായി അടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർഭാരവാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അത് കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണവേദാശു കണ്ടിക്കയാൽ. യുദ്ധാംഗണെ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടു മരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോട് ഏറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമെയ്തു ഖണ്ഡിച്ചാനത് വീണു ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറി അടുത്തിതു നക്തഞ്ചരാധിപൻ പിന്നെയും അന്നേരം. അർദ്ധചന്ദ്രാകാരമായ 2 അമ്പുകൊണ്ടു തങ്കപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കും നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിടിനോരസ്ത്രമെയ്തുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞപ്തിയിൽ വീണിതു ദേഹവും അന്നേരം. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നകതാപസദേവ സമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാരാമ രാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ നാരായണാഖിലധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായ മാനുഷകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ജിത്ഘനാത്മാവായ ശിവനായി നിരീഹനായി ചക്ഷുരന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർമിലീനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ സൃഷ്ടിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യവും പുരുഷ പ്രകൃതി കാലാക്യനായി ഭക്തപ്രിയനാ പരമാത്മനെ നമാം. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ. തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമഃ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വത്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വത്പാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്ക് അവകാശം ഉണ്ടായതും. ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോപമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായ ബലവശാൽ. തൊൽക്കഥാ പീയൂഷഭാനവും
ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം തൊൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമാരമാപദേ പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീര ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമരാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. അതികായകവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുണൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായി ഒരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നിശാചര വീരന്മാർ 8 പേരും സമരത്തിനൊരുമിട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാം. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചെന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പട യുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളം കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവ രണ്ടുപേരും പോർക്കു പുറപ്പെട്ടു ചെന്നത് കണ്ടളവൂക്കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ വരുന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം എന്തോരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചൊല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലിന്നിതാശു കവിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരെ. വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതോ പലതായൊലിക്കുന്നതും അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി തഥാ. രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൻ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഹവുമായി വന്നു ദേവേന്ദ്രപുത്രതനേനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു. മൂവരോടും പൊരുതിയിടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാനന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിരു ദേവാന്തകനെയും വീരനാം നീലൻ മഹാധരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. വന്നു പൊരുതാൻ മഹാവാർസനം നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെതിർത്തതി സത്വരം. വിശ്വൈക വീരനതികായകനന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ച് വില്ലും ധരിച്ചസ്തജ്ഞനർത്യത്ത മുദ്ധത ചിത്തനായി യുദ്ധത്തിന ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ട വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു വണ്ടി തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളൊരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം. ലക്ഷ്മണബാണങ്ങൾ ചെന്നെടുക്കും വിധോ തക്ഷണെ പ്രത്യുഗ്മുഖങ്ങളായി വീണുപോവും. ചിന്ത മുഴുത്തിയതുമാവതല്ലാഞ്ഞേറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം
മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകൾ ഉണ്ടതു കൊണ്ടിവയേൽക്കയില്ലായുധം. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും. കൊന്നു പാലിക്കും ജഗത്രയും രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻപദം ഉൾക്കാമിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു. പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ടം മുറിച്ചാനതു നേരം. ഭൂമിപതിപ്പോരധികായക കായമസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കവികുലം. രാമാന്തികെ വെച്ച് കൈതൊഴുതിയിടിനാൽ ആമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം. ഇന്ദ്രജിത്തിന്റെ വിജയം രാവണനോടറിയിച്ചോരവസ്ഥകൾ ഹാവിരി എന്നലറിയ ദശകണ്ഠനും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ. ഇത്തം വിലപിച്ച നേരത്ത് ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മാനസേ, താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തെങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയിനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരി ചിത്തും നികുംബില പൊക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാധനം സംഭാവ്യ ഹോമം ആരംഭിച്ചിതന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാനിതം. ഭക്തി പൂണ്ടു ജലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനും എത്രയും വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം. ശസ്ത്രാസചാപരതാദികളോടു മന്ത്രദാനവിദ്യയും ലബ്ധ്വാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ. പോർക്കളം പുക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ. മേഘജലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാതിരഥികളും അന്തകൻ തൻപുരിയിൽ ചെന്ന് പുക്കന്തം വരുന്നത് കണ്ടോരു രാവണി. സന്താപമോടന്തർദാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാമർക്കടന്മാരുടെ കയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാൻ. 50 ബാണം വിവിധനേറ്റു പുനരമ്പതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത വെണ്ണമേറ്റു ഗന്ധമാതനൻ മെയിലും. 9 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയിലും. 6 പനസനും 7 വിനതൻ 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 50 കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മൊരട്ടും പ്രമതിക്കുമേറ്റിതു. 10 പുനരുപത്തിയഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദതിമുഖന്മയിലും 42 ഗവാഷനുമേറ്റിതു. മുന്നേ ഗവേനും 5 ശരഭനും മുന്നമൊരു 4 മേറ്റു സുമുഖനും. ദുർമുഖനേറ്റത് 24 സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടൻപതഗ്നിവദനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരസതം. ഇത്തം കവികുല നായകന്മാർ 67 കോടിയും വീണിതു ഭൂപലെ. മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതുമിതിന്നു നമുക്കെന്നു ദേവന്മാരും അന്യോന്യമന്യേരം.
ആവതില്ലേതുമിതിന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാതീശ ജയത്തിനായി ലാഖണ്ഡരാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പുക്കിരുന്നേടിനാൻ ലേഖസമൂഹവും മാർഗികദാസയ. ഔഷധത്തിനായി ഹനുമാന്റെ ഗമനം. കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവാൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നേടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആക്കമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ള ഒരു സഹായത്തിനായി എന്നാരായ വേണമെന്നോർത്തേവനും തഥാ. ആരിനിയുള്ളതൊരു സഹായത്തിന് ആരായ വേണമെന്നോർത്തവനും തഥാ. ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലാരെന്ന് നോക്കുന്നവൻ ഏകാകിയായി നടക്കുന്നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യം അറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാർ. പിന്നെയും പാദോജ സംഭവ നന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണിമിഴിപ്പാൻ അരുതാതിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ? നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ? കണ്ണു മിഴിച്ചു കൂടാരുതിരം കൊണ്ടു നിന്നുടെ വാക്ക് കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ സത്വമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചതീശ്വരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചതാശ വിഭീഷണൻ എന്തൊടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്ര സുഗ്രീവാംഗദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടത്തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല. നീ എന്നെയെ പോക വേണം. നീ ഹിമവാനെയും കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം കൈലാസസന്നിധിയിൽ ഋഷഭാദ്രി മേലുണ്ടു ദിവ്യൌഷധങ്ങൾ അറിക നീ. 4 ദിവ്യൌഷധങ്ങൾ അവർട്ടിനും 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നോടോ പിൻപു സന്താനകരണി 3-മതും നല്ല സുവർണകരണി 4-മതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവിനി സഹേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദ്യത്തിനോളം പ്രഭയുണ്ട് 4നും വേദസ്വരൂപങ്ങൾ എന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാല ആരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുത നന്ദന പോക നീ വൈകാതെ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുത നന്ദന പോക നീ വൈകാതെ. ഇത്തം വിധി സുധാവാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേനെ കുതിച്ചുയർന്നമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാ നദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.